ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചിക്കൻ ഇങ്ങനെ ഇന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഒറ്റത്തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഇഫ ചിക്കനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ. ചീസി ആൻഡ് ക്രീമി ഫ്ലേവർ ചിക്കനാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി വെള്ളുള്ളി, അതേപോലെ തന്നെ മല്ലിയില കുറച്ചിട്ട് കൊടുക്കുക, വേപ്പില, അതേപോലെ തന്നെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക, ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ, ലേശം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുളിയില്ലാത്ത തൈര്, കട്ട തൈരാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചിക്കനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വെള്ളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല ക്രീമി ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ചീസ് സ്ലൈസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. 3 മണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. തിരിച്ചു മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വേറെ പാനിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അതിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ചിക്കനിൽ നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ നമ്മൾ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാൽ എല്ലാ ഭാഗത്തും കൂടി നമുക്ക് ക്രീമൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ മേലേക്ക് 2 ചീസിൻ്റെ സ്ലൈസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ഫ്ലേവറാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് 2K ആയിട്ട് നമ്മുടെ വലിയ ഫാമിലി ആയിട്ടുള്ളത്. അപ്പോൾ ഈ 2K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.